ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ദിയാസനയെക്കുറിച്ചാണ്. ദിയാസനയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് സജന പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ദിയാസനയുടെ അമ്മായിയമ്മ തന്നെ പറയുന്നുണ്ടായിരുന്നു ദിയാസനയ്ക്കെതിരെ കുറേയധികം കാര്യങ്ങൾ. അതിനൊക്കെ മറുപടിയുമായിട്ട് ദിയാസന ഇപ്പോൾ ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ദിയാസനയ്ക്ക് ഭയങ്കര ആരോപണമായിട്ട് ഇവർ അമ്മായിയമ്മ വരെ വന്നിട്ടുള്ള എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബട്ടണിൽ ഒന്ന് ഞെക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഇത് എത്തത്തുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ദിയാസനയും സജിനയും തമ്മിലുള്ള പ്രശ്നമാണ് ആദ്യമേ തുടങ്ങുന്നത്. അവിടെ തൊട്ട് തുടങ്ങിയിട്ട് ദിയാസനയുടെ അമ്മായിയമ്മ എന്തിനാണ് ഈ ഒരു വീഡിയോയിൽ ഇതേ കണക്ക് വന്ന് പറഞ്ഞതെന്നുള്ളൊരു കാര്യമൊക്കെ സംസാരിക്കാം. ആദ്യമേ ഈ ഒരു ദിയയും അതുപോലെ തന്നെ ഈ ഒരു സജിനയും തമ്മിലുള്ള ഇഷ്യൂസും. ആദ്യമേ സജിനയും ഫിറോസും തമ്മിൽ കുറേ ദിവസങ്ങളായിട്ട് കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സജിനയ്ക്കെതിരെ ഈ ഒരു ഫിറോസ് കുറേയധികം തെളിവും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. റസൂൽ പൂക്കുറ്റിയുമായിട്ട് സംസാരിക്കുന്ന പല വോയിസുകളും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സജിന കുറേയധികം വീഡിയോസായിട്ട് വന്നിട്ട് തൻ്റെ ഭാഗത്തുള്ള ശരി പുറത്ത് പറയാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇതേ കണക്ക് സജിന പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും, ഞാനും ഈ ഒരു റസൂൽ പൂക്കുറ്റിയുമായിട്ട് സംസാരിച്ച പല വോയിസുകളും പുറത്ത് വന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടെന്ന് ഞാൻ വിശ്വസിച്ച ഒരാളാണ്, അയാളെയാണ് എന്നെ ചതിച്ചത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ ഞാൻ സംസാരിച്ചു എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ് ആ ഒരു വ്യക്തി ഇത് കണക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ സജിന പറയുന്നുണ്ടായിരുന്നു. സജിന പറഞ്ഞ ആ ഒരു ഫ്രണ്ടെന്ന് പറയുന്നത് ദിയാസനയാണ്. ദിയാസന ഉണ്ടെങ്കിൽ ഈ ഒരു ഫിറോസിന് തൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ദിയാസനയെക്കുറിച്ച് ആ ഒരു ഇൻ്റർവ്യൂവിൽ സജിന പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ കാരണം, എന്നോട് ഇതുപോലെ ദേഷ്യം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ദിയ ഉണ്ടെങ്കിൽ തൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന സമയത്ത് വേറൊരു പയ്യനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് ഇതേ കണക്ക് ലഹരി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യമേ കണ്ടപ്പോൾ താൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി എന്നുള്ളൊരു കാര്യം. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അതായത് സജിനയുടെ കൂടെ ഉണ്ടായിരുന്ന കുറേയധികം ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ദിയ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ളത് മാത്രമായിരുന്നു മെയിനായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ദിയയെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇതേ ദിയ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്തിട്ട് ഇതേ കണക്ക് ഞാൻ ഒന്നും കൂടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായി ഇതേ കണക്ക് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള രീതിയിൽ വരുവാണ് എന്നുള്ള രീതിയിൽ. അപ്പം തന്നെ ഞാൻ ദിയടുത്ത് പറഞ്ഞൊരു കാര്യം, ഇനി ഇങ്ങോട്ട് വരണ്ട, എനിക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലും സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ദിയാസനയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ അടുത്തുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് തൊട്ട് തന്നോടൊരു ദേഷ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സജിന പറയുന്നത്. അതിനുശേഷമാണ് താൻ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഈ ഒരു ഫിറോസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സജിന പറയുന്നത്. എന്തായാലും സജിനയുണ്ടെങ്കിൽ ഈ ദിയാസനയ്ക്കെതിരെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇത് കണക്ക് ലഹരി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. ഇത് പുറത്ത് വന്നതോടെ കുറേയധികം പേര് ദിയാസനയ്ക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താനുണ്ടെങ്കിൽ കുറേയധികം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളല്ലേ, അങ്ങനെ പറയുന്ന ഒരാളല്ലേ, എന്നിട്ടാണ് ഇതുപോലത്തുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അപ്പോഴത്തേന് താൻ നാടകം കളിക്കുവാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഈ ഒരു ദിയയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കുറേയധികം ഭയങ്കരമായിട്ട് കൂടിയ സമയത്താണ് ഈ ഒരു ദിയാസന ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു ദിയാസന പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫിറോസും അതുപോലെ തന്നെ സജനയും പിന്നെ റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ഇഷ്യൂ തനിക്കറിയാം, അതിൻ്റെ സത്യാവസ്ഥയൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി തനിക്കെതിരെ വ്യാജമായിട്ടുള്ള കുറേയധികം ആരോപണങ്ങളാണ് ഈ ഒരു സജന നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 2-3 വോയിസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വോയിസിൽ ഈ റസൂൽ പൂക്കുറ്റിയും അതുപോലെ തന്നെ ഈ ഒരു സജനയും തമ്മിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ സജിനയുണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റി എടുത്ത് 3 കോടിയോളം പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഭാര്യ എടുത്ത് പറയാതിരിക്കാൻ വേണ്ടിയുള്ള എന്നുള്ള രീതിയിലാണ് ആ വോയിസിനകത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് ഈ റസൂൽ പൂക്കുറ്റി ഇത് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇത് കണക്ക് ഞാൻ 30 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇപ്പോഴും വെറുതെ വിടാതെ എന്നെ പിന്തുടരുവാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസൊക്കെ ഈ ഒരു സജിനയുടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ദിയാസന. അതുപോലെ തന്നെ
തനിക്ക് എങ്ങനെയും കാശ് വേണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന കുറേയധികം വോയിസുകളാണ് ഈ ഒരു ദിയ സന സജിനയുടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്ന സമയത്ത് ദിയ സന ഉണ്ടെങ്കിൽ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സജിനെ കുറേയധികം പേര് പിന്നെ നെഗറ്റീവായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറേയധികം പേരുണ്ടെങ്കിൽ സജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നവരും. അതിൽ ഒരാളാണ് ഈ ഒരു ഷഫീന ബീവി എന്ന് പറയുന്നത്. ഷഫീന ബീവി ഈ ഒരു സജിനയ്ക്ക് സപ്പോർട്ടായിട്ടും ദിയയ്ക്കെതിരെയായിട്ട് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ദിയയും ഈ ഒരു ഷഫീനയും തമ്മിൽ കുറേ നാളായിട്ട് ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഷഫീന ബീവി ഉണ്ടെങ്കിൽ ദിയ സനയുടെ അമ്മായിയമ്മ, അതായത് ദിയ സനയും ഭർത്താവും പിരിഞ്ഞൊക്കെയാണ്, ഒഫീഷ്യലി ഡിവോഴ്സ് ആയില്ലെങ്കിൽ പോലും ഇവർ പിരിഞ്ഞാണുള്ളത്. അപ്പം അമ്മായിയമ്മയെ പോയി കാണുക, അവരുമായിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഈ ഒരു ദിയ സനയുടെ അമ്മായിയമ്മ പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ ദിയ സന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതുപോലെ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളതും, പിന്നെ എൻ്റെ മോനെ ഉണ്ടെങ്കിൽ വഞ്ചിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ആ ഒരു അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിയ ഉണ്ടെങ്കിൽ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാരേജ് ആണ് എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ തമ്മിൽ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2-3 മാസമോ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടുള്ളായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പ്രഗ്നൻ്റ് ആവുകയും വീട്ടിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ തന്നെ ആയിരുന്നു കൂടുതൽ കാലം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ വല്ലപ്പോഴേ വരത്തോളായിരുന്നു. എന്നിട്ട് പോലും ഇവർ പിരിഞ്ഞ സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേ കണക്ക് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഇപ്പം ഞങ്ങൾ നടക്കുവാണ്. എന്തുമാത്രം കള്ളങ്ങളാണ് അവൾ പറഞ്ഞിട്ടുള്ളത് എന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം ഭയങ്കരമായിട്ട് അവൾ ഫേമസ് ആയതുകൊണ്ട് അവൾക്ക് ഞങ്ങളെപ്പറ്റി എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മയും അതുപോലെ തന്നെ ഈ ഒരു ദിയ സനയുടെ ഭർത്താവിൻ്റെ സഹോദരിയൊക്കെ ഇരുന്ന് കുറേയധികം കാര്യങ്ങൾ ആ ഒരു വീഡിയോയ്ക്കകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഷഫീന ബീവി പുറത്ത് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലും അതിനകത്ത് ഇതേ കണക്ക് പറയുന്നുണ്ട്. ഈ ഭർത്താവ് എന്ന് പറഞ്ഞത്, അതായത് ഈ മോനെ ഉണ്ടെങ്കിൽ, അവരമ്മയുടെ മോനെ ഉണ്ടെങ്കിൽ ഒരു ഭർത്താവ് എന്ന പേരിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നിനും ഇല്ല. അതേ കണക്ക് സംസാരിക്കുമായിരുന്നു, നിന്നെ എനിക്ക് ഭർത്താവ് എന്ന പേരിന് മാത്രമേ ഉള്ളൂ, മതി, എനിക്കിഷ്ടമുള്ളവരൂടെയൊക്കെ പോവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൂടി അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം ഇപ്പം ദിയ സന എന്നെ ഇതിനെ പ്രതികരിച്ചിരിക്കുകയാണ്. ഇത്രയും മാത്രം അവർക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ട് എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനുണ്ടെങ്കിൽ അവിടെ അനുഭവിച്ച കാര്യങ്ങളൊന്നും ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അത് എൻ്റെ മോനറിയാം. അതുകൊണ്ടാണ് എൻ്റെ മോൻ ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവരെ കൂടെ പോയേനെ. ഇപ്പോഴും കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റ് പലരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് വേറെ കല്യാണം വരെ കഴിച്ചേനെ. ഞാൻ അങ്ങനെ ഒന്നും ആരെയുമായിട്ട് കല്യാണം ഒന്നും തന്നെ കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ പലർക്കും പലതും പറയാം. പിന്നെ ഈ ഷഫീന ബീവി ഉണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയുടെ അടുത്തുനിന്നും അതുപോലെ തന്നെ സജിനയുടെ അടുത്തുനിന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് തനിക്കെതിരെ സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ദിയ പറയുന്നുണ്ടായിരുന്നു. എത്ര വേണമെങ്കിലും പറയാം, പക്ഷേ സത്യമല്ലാതെ ആവത്തില്ലല്ലോ എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷഫീനയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കുറേ നാളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നെ തകർക്കാൻ വേണ്ടി നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നീ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ നീ കാരണം കുറേയധികം പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ് നിനക്കെതിരെ എന്തേലും ഒരു പണി തരാൻ വേണ്ടി. അത് സംഭവിക്കുമെന്നുള്ളത് നീ മറക്കണ്ട. ആവശ്യമില്ലാത്ത മറ്റുള്ളവരെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കുക എന്നുള്ളത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് നീ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേയധികം കാലമായിട്ടുണ്ട്. എന്തായാലും നിന്നെ എൻ്റെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് തന്നെ നീ മാന്യമായിട്ട് ജീവിക്കാൻ നോക്കണം എന്നുള്ള രീതിയിൽ ഷഫീനയ്ക്കൊരു താക്കീതും കൂടി ഈ ഒരു ദിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷഫീനയുണ്ടെങ്കിൽ ഈ ഒരു ദിയയുടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അതിന് മറുപടിയായിട്ട് വേറൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇതേ കണക്ക് നീ പറയുന്നതാണ് കള്ളം, നിൻ്റെ കുറേയധികം സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ എനിക്കറിയാം, അതെല്ലാം ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ അങ്ങനെയും കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോഴാണ് തീരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഇതുവരെ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അത് ഫുൾ ഡീറ്റെയിലായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലെല്ലാം എന്താണ് ഇപ്പോൾ സംഭവം നടക്കുന്നതെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.